സാൽവിയ സാജ്. സാൽവിയ സാജ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രാസം ഉണ്ടല്ലോ അല്ലേ? അല്ലേ? സാൽവിയ സാജ്. അതിലും കവിത ഉണ്ട് അല്ലേ? കവിത അറിയോ? എഴുതോ? പാടും? കോൺഫിഡൻസ് ആണ് അല്ലേ? സന്തോഷം. അപ്പോൾ ഏത് പാട്ടാ? നാദാപുരം പള്ളി. നാദാപുരം പള്ളി. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? വടകര. അപ്പോൾ വടകര തന്നെയല്ലേ നാദാപുരം? അപ്പോൾ പാട്ടിനും നാടിനും പ്രാസവും പേരും ഒക്കെ ഉണ്ട്, സംഗീതം ഉണ്ട് അല്ലേ? ഓക്കെ. വീട്ടിലാരാ പാടുന്നു? വേറെ ആരാ പാടുന്നുണ്ട്? അമ്മമ്മ പാടല്ലേ? ഇവിടെ വന്നിട്ടുണ്ടോ? ആ, ഓക്കെ. വടകര നിന്നാണ് വരുന്നത്. മാത്രമല്ല നാദാപുരം പള്ളിയുടെ പാട്ടാണ്. ഈ പാട്ട് ആരാ എഴുതിയെന്നറിയോ? യൂസഫ് അലി കേച്ചേരി. ഏതായാലും രാഘവമാഷയുടെ ഈണം അല്ലേ? അതിനൊരു പ്രത്യേകത ഉണ്ട്. രാഘവമാഷ് വടകരക്കാരനാണ് അല്ലേ? അദ്ദേഹത്തിന് വടകരയുടെ അല്ലെങ്കിൽ വടകര കൃഷ്ണദാസും രാഘവമാഷും ഒക്കെ ഈണം ചെയ്യുന്ന മണ്ണിൻ്റെ ഈണങ്ങൾ അത് വല്ലാത്തൊരു ഈണങ്ങൾ തന്നെയാണ്. ഇന്നും കടത്തനാടൻ ശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും സാൽവിയ സാജനെ ഈ വേദിയിലേക്ക് സ്വാഗതം അറിയിക്കും. സരിഗമരാഗം പാട്ട് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലേക്ക് കൃത്യമായ സ്വാഗതം. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിലെ